വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓണമൊക്കെ ഇടവരെയായി. ഇവിടെ ഓണമൊക്കെ തകർത്തു പിടിക്കുന്നു, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അവനവൻ്റെ വീട്ടിൽ ഇരുന്ന്, കാരണം കോവിഡ് ആയതുകൊണ്ട് ആളുകൾ ആരും ഇല്ല, പാർട്ടിയൊന്നുമില്ല. എന്നാൽ ഇന്നത്തെ റെസിപ്പിയുടെ പേരാണ് ഭട്ടൂര. പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട കേട്ടോ. സാധനം വെറും സിമ്പിൾ പൂരി. നമ്മൾ പൂരി ഉണ്ടാക്കുമ്പം പല സാധനങ്ങൾ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് പേര് മാറിക്കൊണ്ടിരിക്കും. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച് ഇനി എന്ത് തിന്നുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറ്റിയൊരു നല്ല അടിപൊളി ഡിഷാണിത് കേട്ടോ. അതിൻ്റെ കൂടെ മുതിരക്കറി. മുതിര കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കും കുതിര തിന്നുന്നതാണ്. അതൊന്നും അല്ല കേട്ടോ. ഇത് സാധനം കുതിരയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഹൈ പ്രോട്ടീനുള്ള സാധനമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഡിലീഷ്യസ് ആണ്. നമുക്ക് എന്നാ നോക്കിയാലോ. ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. കാക്കിലോ മുതിര ഞാൻ കുതിർത്ത് വെച്ചത്. ഒരു 3 മണിക്കൂറോളം ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്ത്, അപ്പം വേഗാൻ ഈസി ഇട്ട്. അതുകൊണ്ട് 1 ടീസ്പൂൺ സോൾട്ട്, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ. നമ്മുടെ മുതിരക്കറിക്ക് അരയ്ക്കാനുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ്. അത് നമ്മൾ മിക്സിക്കകത്തിട്ട് അരയ്ക്കുകയാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് പകുതി തേങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ 5 ചെറിയ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ആവശ്യമുള്ള കരിയാപ്പില, കടുക് പൊട്ടിക്കാൻ, പിന്നെ 2 വത്തലുമുളക്. നമ്മുടെ ഭട്ടൂരയ്ക്ക് ആവശ്യമായ 2 എഗ്ഗ്, 3 ടീസ്പൂൺ ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷനാണ്, നമുക്ക് മധുരം ആവശ്യമില്ലെങ്കിൽ അത് കുറച്ചിട്ടാൽ മതി. 2 ടേബിൾ സ്പൂൺ യോഗോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ബേക്കിംഗ് പൗഡർ. ഞാനൊരു 1 കപ്പ് സെൽഫ് റൈസിംഗ് ഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഭട്ടൂരയ്ക്ക് ആവശ്യമുള്ളത്. മിക്സ് ചെയ്യാനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന്, പിന്നെ നമ്മുടെ ഫ്രൈ എടുക്കാനുള്ള ഓയിലും. നമ്മുടെ പൂരി അല്ലെ ഭട്ടൂരയ്ക്ക് ആവശ്യമുള്ള സോൾട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് 1 ടീസ്പൂൺ സോൾട്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ഭട്ടൂരയ്ക്ക് ആവശ്യമുള്ള പൗഡറുകളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കാരണം ഇത് ഒരു 1/2 hour മാരിനൈസ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. കൂടാതെ മയം കിട്ടുള്ളൂ. എന്നാൽ ഞാൻ സോൾട്ട് ഇടാൻ പോകണം, ഓരോന്നോരോന്ന് ഇടാൻ പോകണേ. സോൾട്ട് നമ്മളെടുത്ത് വെച്ച പൗഡർ, പിന്നെ ഷുഗർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കേട്ടോ, പിന്നെ യോഗോട്ട്. ഇതിന്റെ പേര് ഭട്ടൂര എന്ന് വരാൻ തന്നെ കാരണം ഇതിന് ഷുഗറും പിന്നെ യോഗോട്ടും പിന്നെ മുട്ടയിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അതങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന്, ഒരു പുളിയും മധുരം എല്ലാം കൂടെ. ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കാം. ഞാനിവിടെ 1 നുള്ളു ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ ഓയിലൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ പതുക്കെ. ഇത് കൈകൊണ്ട് തന്നെ കുഴക്കണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ മിക്സിങ് ശരിയാവുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ചെയ്യണം. ഈ പൂരിയുടെ അല്ലെങ്കിൽ ഭട്ടൂരയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മിക്സിങ്ങിലാണ്. നമ്മൾ കൈ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകം കൈ ആദ്യം കഴുകണേ. കഴുകി കൈയൊക്കെ തുടച്ച് വേണം ഇത് ചെയ്യാൻ. ഇതിപ്പോൾ നോക്കി ഇച്ചിരി വെള്ളം കൂടിപ്പോയി, ഞാൻ അതുകൊണ്ട് കുറച്ചുകൂടെ പൗഡർ ഇടാൻ പോവാണ്. കൂട്ടും പിന്നെ നമ്മുടെ നാട്ടിലെ പൊറോട്ട ഇല്ലേ, അതിൻ്റെ എല്ലാം കൂട്ട് ഏകദേശം ഒരേപോലെയാണ്. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉരുട്ടുന്നില്ല കേട്ടോ, ഞാൻ കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഉണ്ടാക്കുവാണേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒത്തിരി സമയവും സാധനങ്ങളൊക്കെ സേവിങ്. നമ്മളിത് എന്തുമാത്രം നന്നായിട്ട് കുഴയ്ക്കുന്നോ അതിനനുസരിച്ച് ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇത് കുഴയിൽ അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഗ്ലൗസ് ഒന്നും ഇട്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ, കാരണം കുഴ ശരിയായി വരില്ല. നമ്മൾ വലിയ ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ല, ആളുകൾ ആരുമെല്ലാം ഗ്ലൗസ് ഇട്ട് ചപ്പാത്തിയല്ല പൊറോട്ട ഉണ്ടാക്കുമോ, കാരണം ഇത് കുഴ ശരിയായില്ല എന്താ. ഇത് ഏകദേശം നല്ല രീതിയിലായിട്ടോ. നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം 1/2 hour. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അതർ ഇൻഗ്രീഡിയൻസ് ആയ മുതിരക്കറി അതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. എന്നാൽ നമുക്ക് നമ്മുടെ മുതിരക്കറി ഉണ്ടാകാൻ തുടങ്ങിയാലോ. ഞാൻ അതിനുള്ള പാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതൊക്കെ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന മുതിര ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളമോടെ ഒഴിച്ച് ഉപ്പും മുളകും മഞ്ഞളോടെ ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം.
പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി എല്ലാം ഇടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പതുക്കെ നമുക്ക് അടച്ചു വെക്കാം. ഇതിന് വലിയ വേവ് കാണിയല്ല, ഒരു 10 മിനിറ്റ് വേവേ കാണുള്ളൂ. കാരണം ഇത് 3 മണിക്കൂറോളം ഞാൻ രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ട് കുതിർത്തായിരുന്നു. അപ്പോൾ കുതിരുമ്പോൾ പിന്നെ അതിന് വലിയ വേവ് കാണിയല്ല. എന്നാൽ നമുക്ക് നടച്ചു വെച്ചിട്ട് വേവിക്കാതെ 10 മിനിറ്റ്. എന്നാൽ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും കുറച്ച് വെള്ളമോടൊക്കെ വെച്ച് ഞാൻ അങ്ങ് അരച്ചുകൊണ്ട് വരാം. ഓക്കെ, നമ്മുടെ മുതിര നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. ഓക്കെ, ഉണ്ടല്ലേ, നല്ല രീതിയിൽ വെന്ത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും മുളകും എല്ലാം ഉണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് അരപ്പെല്ലാം കൂടി ചേർക്കാം. ഓണാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഇത് ശരിയും ഇത് നല്ല രീതിയിൽ അങ്ങോട്ട് അലിഞ്ഞു ചേരും അരപ്പെല്ലാം കൂടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കടുക് പൊട്ടിക്കാനുള്ള പാനൊക്കെ ഒന്ന് റെഡിയാക്കാം. ഓക്കെ, നമുക്ക് ഇത് കടുക് പൊട്ടിക്കാം. ഓക്കെ, പാൻ ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ പാൻ ശരിക്കും ചൂടായി. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതൊക്കെ കടുകിടാവേ. പിന്നെ ഞാൻ 2 വറ്റൽമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരിയാപ്പില. തീ കുറച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താവേ. നമ്മുടെ കടുകും കരിയാപ്പിലയും മുളകും എല്ലാം നല്ല രീതിയിൽ പൊട്ടി നമുക്ക് ഈ മുതിരക്കറിയിലോട്ട് ഒഴിക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു വേറൊരു ഡിഷിലോട്ട് മാറ്റാവേ. ഇനി ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതങ്ങ് കുറുകും. നമ്മൾ എന്ത് ചെയ്യാൻ വെള്ളം ഒഴിച്ചാൽ ഇത് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഇതങ്ങോട്ട് കുറുകും. പിന്നെ ഇത് നമ്മൾ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഏറ്റവും പറ്റിയ ഭക്ഷണം കേട്ടോ. വയറ് കുറയാൻ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ളൊരു സാധനമാണ്. എന്തുകൊണ്ടാണ് കുതിര ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ സാധനം തിന്നുന്നുണ്ടോ? നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഐറ്റമായ ഭട്ടൂര ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഞാൻ അതിന് സ്റ്റൗ ഓണാക്കി ഒരു ചെറിയ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. നമ്മുടെ ഭട്ടൂരയ്ക്ക് ആവശ്യമുള്ള എണ്ണ പാനിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഞാനിത് കൈ കൊണ്ട് തന്നെ പരത്തിയതാണ്. നമുക്കൊന്ന് അതൊക്കെ ആദ്യത്തെ നിട്ട് നോക്കാം. നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. കേട്ടോ കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട നമുക്ക് വലിയ ഷേപ്പ് കാണില്ല, പക്ഷെ നമുക്ക് എളുപ്പമുണ്ട്. ഇങ്ങനെ ബബിള് മാതിരി കൊമ്പളം പോലെ വരും കേട്ടോ. നമ്മളത് എന്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇതിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. പപ്പടം പോലെ മുങ്ങിയിടുന്നത്. ഭട്ടൂരയും മുതിരക്കറിയും റെഡി. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഭയങ്കര ഡിലീഷ്യസ് ആണ്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഓണം എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുമ്പം ഇനി എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചിരിക്കുമ്പം പറ്റിയൊരു നല്ല ഐറ്റമാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് സ്പൈസി ഒന്നുമല്ല. ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമൺ ഫുഡാണ്. ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡാണെങ്കിൽ പോലും നമുക്ക് സൗത്ത് ഇന്ത്യ ഉപയോഗിക്കാം. എന്നാ കുഴപ്പമിരിക്കുന്നത്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അടുത്ത പ്രാവശ്യം ഇതിലും നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.